Hello guys, Assalamu alaikum, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബീച്ച് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വെറുതെ പുറത്തോട്ട് പോവാം എന്നുള്ളൊരു പ്ലാനായി അങ്ങനെ പോയി ബീച്ചിലേക്കാണ് എത്തിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു 4 മണി 4:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. കോഴിക്കോട് എത്തി. അപ്പോൾ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടപ്പോൾ തുടങ്ങിയതാണ് ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള വെതർ. മഴ ഇപ്പോൾ പെയ്യും എന്നുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയാൽ നമ്മളെ മെയിൻ ഉദ്ദേശം അവിടെയുള്ള ഉപ്പിലിട്ടതും പൊരികളൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. ബീച്ച് സെക്കൻഡറിയാണ്, അവിടെയുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പം ഹൈജിക്കൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. മഴക്കാറുള്ളത് കൊണ്ടാണോ എന്തോ അറിയില്ല, സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം സ്കൈ നോക്കിയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. സണ്ണിങ്ങനെ ഈ ക്ലൗഡ്സിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് റേസ് ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകാശവും കടലും ഒക്കെ നോക്കിയിരുന്നിട്ട് കുറേ ഉപ്പിലിട്ടതും കടുക്ക പൊരിച്ചതൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല എന്ന് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഗൈസ്. ഹൈസിക്ക് വെള്ളത്തിൽ കളിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടമായത് മണലിൽ കളിക്കുന്നതാണ്. ഓനിപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കി വെച്ചോളൂ, എന്നിട്ട് ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ നെയ്ബേഴ്സിനെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടുമുട്ടിട്ടോ. നമ്മളെ ചലഞ്ച് വീഡിയോയിലുള്ള ആൾക്കാരാണ് ഇവർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതായിരുന്നു ഗൈസ് ഹൈസിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഓന് മണലിൽ കിടന്നിട്ട് ഉരുളായിരുന്നു. പിന്നെ ഓനെ പൊക്കി ഞങ്ങൾ വേഗം ഫ്രഷനപ്പ് ആവാൻ വേണ്ടിയിട്ട് പോയി. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് കടികളും ചായയൊക്കെ കുടിച്ചു. വിട്ടത് SM സ്ട്രീറ്റിലേക്കായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ SM സ്ട്രീറ്റിലേക്ക് പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ റഹ്മത്ത് ഹോട്ടലിലേക്കാണ് വിട്ടത്. കോഴിക്കോട് എത്തിയിട്ട് റഹ്മത്തിൽ ബിരിയാണി കഴിക്കാതെ എന്ത് ആഘോഷമല്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾ അവിടുന്ന് എല്ലാവരും ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ മസ്സലാമ.